ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 18-ാം തീയതി 353-ാമത്തെ ദിവസത്തിലെത്തി. 2020 പറയുന്ന വർഷം അവസാനിക്കുവാനായിട്ടിനി 14 ദിവസങ്ങളേ ഉള്ളൂ. യൗസേപ്പ് വലിയൊരു മനുഷ്യനായിരുന്നു എന്ന് പല ആവർത്തി നമ്മൾ വിളിച്ചു പറയുന്നതിൻ്റെ അർത്ഥവും പ്രയോജനവും എന്താണ്? ഓരോ മനുഷ്യനും എത്തിച്ചേരാവുന്ന നല്ലൊരു സാധ്യത ആണ് ഇദ്ദേഹമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ പരസ്പരം നമ്മൾ കൈമാറുന്നത്. പഴയ നിയമത്തിലെ നീതി എന്നത് നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. നിയമം കടുകിട തെറ്റാതെ അനുസരിക്കുന്നവനെ മാത്രമേ നീതിമാൻ എന്ന് വിളിക്കാനാവൂ. എന്നാൽ നിയമലംഘനം നടത്തുന്ന യൗസേപ്പിനെ നീതിമാൻ എന്ന് വിളിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ പുതിയ വിപ്ലവകരമായ ആത്മീയതയെ മത്തായി സുവിശേഷകൻ അവതരിപ്പിച്ച് തുടങ്ങുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞവർ വിവാഹിതരെ പോലെ പരിഗണിക്കപ്പെടും എന്നതിനാൽ അവരുടെ വിവാഹേതര ബന്ധങ്ങളെല്ലാം വ്യഭിചാരമായി കണക്കാക്കണമെന്നായിരുന്നു യഹൂദ മത നിയമം. വ്യഭിചാരത്തിനുള്ള ശിക്ഷയാവട്ടെ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലുക എന്നത്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട യൗസേപ്പിൽ നിന്ന് അല്ലാതെ ഗർഭം ധരിച്ച മറിയം സ്വാഭാവികമായും വധശിക്ഷയ്ക്ക് അർഹയാണെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. മറിയത്തെ നിയമത്തിന് മുന്നിലെത്തിക്കേണ്ട യൗസേപ്പാകട്ടെ അതിന് മുതിരാതെ നിയമാനുഷ്ഠാനത്തിന് കൂട്ടാക്കാതെ മറിയത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനാണ് ഒരു തീരുമാനത്തിൽ എത്തുന്നത്. അപ്പം നിയമാനുഷ്ഠാനം നീതിയല്ലാത്ത ചില അപൂർവ അവസരങ്ങൾ ഉണ്ടെന്നും അവിടെ ചിലപ്പോൾ നിയമലംഘനമേ നീതിയാവൂ എന്ന ഒരു സത്യവും കൂടി സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. മത്തായി ശ്ലീഹായുടെ അന്നത്തെ മതസമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നത്തിനാണ് ഒരു നല്ലൊരു ഉത്തരമായിട്ട് സുവിശേഷകൻ യൗസേപ്പിനെ അവതരിപ്പിക്കുന്നത്. നിയമം അനുഷ്ഠിക്കുന്നതിൽ കടുത്ത നിർബന്ധ ബുദ്ധിയുള്ള യഹൂദ ക്രൈസ്തവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ആ മത്തായി ഉൾപ്പെടുന്ന ആളിൻ്റെ സഭയിൽ യഹൂദരുടെ ആ ധാർമ്മികതയെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് തുറന്നു കാട്ടുകയും പൊളിച്ചെഴുതുകയും ഒക്കെ ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ധാർമ്മികതയും, അതായത് യേശു പഠിപ്പിച്ചു തുടങ്ങിയ ഒരു ധാർമ്മികതയും അവിടെ മത സമുദായത്തിൽ നിലനിന്നിരുന്ന ധാർമ്മികതയും തമ്മിലൊരു സംഘടനം നടന്നിരുന്നു ആശയപരമായിട്ട്. ഈ പ്രതിസന്ധിക്ക് ഉത്തരമായി മനുഷ്യ മഹത്വത്തിന് ഏറെ പ്രാധാന്യം നൽകി മനുഷ്യനെ സ്നേഹിക്കുന്നതിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന ഒരു വിപ്ലവാത്മകമായ ആശയം ഇവിടെ യൗസേപ്പ് എന്ന് പറയുന്ന നീതിമാനായ ഒരു മനുഷ്യനിലൂടെ അവതരിപ്പിക്കുകയാണ്. അത്തരമൊരാശയത്തിൻ്റെ അവതരണ സാധ്യത ഈ ഒന്നാം സുവിശേഷം നിറയെ പല സന്ദർഭത്തിൽ നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം. ഈ നല്ല പുലരിയിൽ നമുക്ക് കുറച്ചും കൂടി നീതിക്കും അപ്പുറത്ത് കരുണയെ കണ്ടെത്താനും ആ കരുണയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത സാധ്യതയെ തേടുവാനും നേടുവാനുമായിട്ട് സാധിക്കട്ടെ. അതിന് പുണ്യപ്പെട്ട പിതാവ് നല്ലൊരു മാർഗദർശിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.